ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഒരുക്കാനേ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ കൂടെ കൂടാ. ഞാനിത് ആദ്യമേ തൊട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ ഇതാണ്ട് നമ്മുടെ നിലമെല്ലാം ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ നിലമൊക്കെ റെഡിയാക്കി. അടുത്തതായിട്ട് നമുക്ക് വിത്ത് പാകണം. അപ്പം നിലം റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ വിത്ത് മുളച്ച് തൈകളാകും. പിന്നെ നമുക്കത് മാറ്റി നട്ടാൽ മതി. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മണ്ണൊരുക്കലായിരുന്നു. മണ്ണൊരുക്കി അതിനെ ട്രീറ്റ് ചെയ്യാതെ ഒരു പച്ചക്കറിയും നടരുത്. അപ്പോൾ മണ്ണൊരുക്കുന്നതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണണം. ഇനി നമുക്ക് വിത്ത് പാകാം. ഈ വിത്ത് പാകി മുളച്ച് തൈയായി വരുമ്പോഴേക്കും നമ്മുടെ മണ്ണും റെഡിയാകും. ഞാനേ വിത്ത് പാകുന്നത് ഇങ്ങനെയുള്ള സീഡിങ് ട്രേയിലാണ്. ഇത് പണ്ടെങ്ങോ വാങ്ങിച്ചതാണ്. ഇതൊക്കെ വൺസ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യം നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. ഇതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ തൈകളെ പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേയേറെ പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം കേട്ടോ ഇത്. ഇന്നേ നമ്മൾ പാകാനെടുത്തിരിക്കുന്നത് 3 സാധനങ്ങളേ ഉള്ളൂ. ഇത് വള്ളിപ്പയർ. ഇത് ഇന്നലെ ഞാൻ ഹോർട്ടികോപ്പ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇതാണ്ട് ഇത് വാളരിപ്പയറിൻ്റെ വിത്താണ്. ഇത് വലിയതാകുന്ന ഇങ്ങനത്തെ ടൈപ്പല്ല, കുറ്റിച്ചുള്ളത്. പിന്നെ ഇത് നമ്മുടെ ആനക്കൊമ്പം വെണ്ട. അപ്പോൾ ഈ 3 സാധനങ്ങൾ നമുക്കൊന്ന് പാകി വയ്ക്കാം. വിത്ത് പാകുന്നതിനായിട്ടേ ഞാൻ എടുത്തിരിക്കുന്നത് 2 സാധനങ്ങളാണ്. ഇത് നമ്മുടെ ചകിരിച്ചോറ്, അതായത് ചകിരി കമ്പോസ്റ്റ് എന്ന് പറയുന്ന സാധനം. പിന്നെ ഇത് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ വിത്ത് പാകുന്നതിന് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി മിക്സ് ആക്കാം. ഇത് രണ്ടും നമുക്ക് ആവശ്യത്തിനുള്ളതെടുത്ത് ഒരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്യാം. അധികമൊന്നും വേണ്ട കേട്ടോ, കാരണം നമ്മുടെ വിത്തുകൾ എത്രയുണ്ടോ അതനുസരിച്ച് നമ്മളെടുത്താൽ മതി. അടുത്തത് നമ്മുടെ വെർമി കമ്പോസ്റ്റ്. അപ്പം അതും കൂടി ഇടുക. നമ്മുടെ ചെടികളൊക്കെ പിടിച്ചു വരുമ്പം അവർക്ക് കുറച്ച് ആരോഗ്യം വേണമല്ലോ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വെർമി കമ്പോസ്റ്റ് ഇടുന്നത്. അല്ലെങ്കിൽ ഇതിനൊട്ടും ഹെൽത്ത് കാണൂല. ഇനി ഇത് രണ്ടും കൂടെ നമുക്കങ്ങ് മിക്സാക്കാം. നമ്മുടെ സീഡിങ് ട്രേയിൽ അങ്ങനെ അമക്കി വെക്കൂല, നമ്മൾ സോഫ്റ്റായിട്ട് ഇടത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അടുത്തതായിട്ടേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് നമ്മുടെ സീഡിങ് ട്രേയിലേക്ക് ഫില്ല് ചെയ്യാം. ഇത് ഇങ്ങനെ ജസ്റ്റ് ജെൻറ്റിലായിട്ട് നിറച്ചാൽ മതി. ഒരു ഈർപ്പത്തോടു കൂടിയാണ് ഇത് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം. ഈ ഈർപ്പം ഉള്ളപ്പോഴേ നമ്മുടെ സീഡ്സിനൊക്കെ വളരെ നല്ലതാണ്. ഒരു പുട്ടുപൊടി എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഇത്. കാരണം ചകിരിച്ചോറും നനഞ്ഞതാണ്, പിന്നെ നമ്മുടെ വെർമി കമ്പോസ്റ്റുമാണ്. അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്ക് ഈ സീഡിങ് ട്രേയിൽ നിറയ്ക്കാം. സോ ഈ ട്രേയിൽ ഓരോ ഹോളിനകത്തും ഏതാണ്ട് പകുതി കൂടുതൽ പോർഷനിൽ ഞാൻ ഈ മിക്സ് നിറച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നടാം. ഇതാണ് നമ്മുടെ സീഡ്. ഇങ്ങനെ ഇതൊരു കപ്പളത്തിൻ്റെ തണ്ടാണ്. ഒരു ചെറിയൊരു ഹോളിടുക, അതിനകത്തോട്ടങ്ങ് ഇടുക, മൂടുക. കാരണം ഈ മണ്ണ് അധികം തിക്കാകാതെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പൊങ്ങി വരാൻ എളുപ്പമാണ്. ഒരു ഹോളിടുക, നമ്മുടെ സീഡങ്ങ് ഇടുക, ചെറുതായിട്ടൊന്ന് മണ്ണിട്ട് മൂടുക, ഇടുക. അങ്ങനെ ഇതാണ്ട് നമ്മുടെ പയറുകളെല്ലാമാണിത്. വാളരിപ്പയർ. അടുത്തതായിട്ടേ ഇത് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയുടെ കായെടുത്ത് വെച്ചിരുന്നതാണ്. നിറച്ചുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കായ കേട്ടോ. ഇത്രയും കാകൾ നമുക്ക് കിട്ടി. ഇനി നടാം. സോ ഇനി നമ്മുടെ വെണ്ട വിത്തുകളാണ്.
ഓരോന്നെടുക്കുക, ഇടുക. സാധാരണ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് കുതിർത്തിട്ടാണ് ചെയ്യുക. ഇന്ന് ഞാൻ ഡയറക്റ്റ് അങ്ങ് നടുകയാണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇതിനകത്ത് തന്നെ ഈർപ്പമുണ്ട്. ഒന്ന് മണ്ണ് മാറ്റുക, ഇടുക. കഞ്ഞിവെള്ളത്തിലൊക്കെ സോക്ക് ചെയ്തിട്ടിട്ടാലും ബെറ്ററാണ്. ഇങ്ങനെയാണെങ്കിലും ഇതൊക്കെ കിളിച്ച് വരും. ഇച്ചിരി സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ മണ്ണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഇട്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സമയം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ മിക്സ് നല്ല ലൂസായിട്ടിരിക്കണം. എങ്കിലേ ഇവർക്ക് ഈസി ആയിട്ട് പൊങ്ങി വരാൻ പറ്റും. ദേ, എന്നിട്ട് മുകളിൽ ഒരു ചെറിയ ലെയർ മാത്രം ഇട്ട് കൊടുക്കുക. വിത്തുകളെ മുഴുവൻ പാകി കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതേ അടുത്ത സ്റ്റെപ്പ് കൂടെ നമ്മൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതേ കട്ടയൊക്കെ ഒന്ന് ഉടയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതേ ഇതേ നമ്മുടെ പയറുകളാണ്. ഇനി അതുകൂടെ നമുക്ക് നട്ടു കൊടുക്കാം. ഇങ്ങനെ ഹോളിടുക. ദേ നമ്മുടെ പയറിനെ ഓരോന്നായിട്ട് ഈ ഹോളിലേക്ക് ഇടുക. ഇനി ദേ നമ്മുടെ ഈ സെയിം കമ്പ് തന്നെ അത് വെച്ച് പതുക്കെ ഒന്ന് ഈ മിക്സിനെ ഇതിൻ്റെ മുകളിലോട്ടാക്കി ഇടുക. ഇത്രയേ ഉള്ളൂ കാര്യം. ദേ നമ്മൾ ക്ലിയറായിട്ട് എല്ലാം നട്ട് കഴിഞ്ഞു. ആകെ നമ്മൾ ഉപയോഗിച്ച ഇതാണ് നമ്മുടെ മെയിൻ ആയുധം. അതിനുശേഷമേ അധികം വെയിൽ വരാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുക വെള്ളം. രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് വെള്ളം കൂടെ സ്പ്രേ ചെയ്യണം. ഇത് ഉണങ്ങാൻ സമ്മതിക്കരുത്. നമ്മുടെ ഈ മിക്സർ, നമ്മുടെ ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റും. പിന്നെ ഈ ചകിരി ഉള്ളത് കൊണ്ട് ഈർപ്പം നല്ലപോലെ നിൽക്കുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് വിത്ത് പാകുന്നത്. പിന്നെ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തിട്ടും ഓവർനൈറ്റ് വെള്ളത്തിലിട്ടും ഒക്കെ ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ ചെയ്താൽ 1-2 ദിവസം കൂടുതൽ സമയം എടുക്കും എന്നുള്ളത് മാത്രം. സോ ഇന്ന് നമ്മളെടുത്ത വിത്തുകളെല്ലാം പാകി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് മുളയ്ക്കുന്നത് വരെ കാത്തിരിക്കാം. അപ്പോൾ എൻ്റെ കൂടെ കൂടുന്നവരൊക്കെ വിത്തുകൾ പാകിക്കോളൂ. ഇതാണ് ഈസി ആയിട്ട് പാകാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഇങ്ങനെ ചെയ്താൽ മതി, ഈ വിത്തുകളൊക്കെ മുളച്ചോളും. പിന്നെ ചെറിയ വെയിലും എന്നാൽ അധികം ആകരുത്, അങ്ങനെ ഒരു സ്ഥലത്ത് ചെറിയ തണൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം.